ഏതാണ്ട് ജാമ്യ വ്യവസ്ഥ പ്രകാരം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായ ടി ജി മോഹൻദാസിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. രാവിലെ 10 മണി മുതൽ 4 മണി വരെയാണ് ചോദ്യം ചെയ്യൽ. തുടർച്ചയായി 3 ദിവസം ഹാജരാകണമെന്നതാണ് ജാമ്യ വ്യവസ്ഥ. വീഡിയോ അപ്ലോഡ് ചെയ്ത പത്രിക എന്ന യൂട്യൂബ് ചാനൽ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നത്തെ ചോദ്യം ചെയ്യൽ. MG പ്രതീഷാണ് ചേരുന്നത്. പ്രതീഷ്, എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഇന്ന് ടി ജി മോഹൻദാസിൽ നിന്ന് ചോദിച്ചറിയാനുണ്ടായിരുന്നത്? വിനീത, കോടതി നിർദ്ദേശപ്രകാരം തുടർച്ചയായി 3 ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ടി ജി മോഹൻദാസിന് നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ 10 മണിയോടുകൂടി തന്നെ സിറ്റി ക്രൈം സൈബർ പോലീസ് സ്റ്റേഷനിൽ ടി ജി മോഹൻദാസ് എത്തിയിരുന്നു. 4 മണിവരെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയായിരുന്നു. പ്രധാനമായും ഈ കൂടുതൽ തെളിവുകൾ കണ്ടെത്തുക എന്നതാണ് ചോദ്യം ചെയ്യലിലൂടെ അന്വേഷണ സംഘം ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ അന്വേഷണ സംഘം പറഞ്ഞത് അന്വേഷണം പ്രാരംഭ ഘട്ടത്തിലാണ്, കൂടുതൽ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്നതാണ്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് ചോദ്യം ചെയ്യൽ നടന്നിട്ടുള്ളത്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് പത്രിക എന്നുള്ള ഒരു യൂട്യൂബ് ചാനലിലാണ്. ഈ യൂട്യൂബ് ചാനലിന്റെ ഉടമയെ കണ്ടെത്തണം എന്നതാണ് പ്രധാനമായും അന്വേഷണ സംഘം പറയുന്നത്. ആ ഉടമ അല്ലെങ്കിൽ അത് ടി ജി മോഹൻദാസിന്റെ യൂട്യൂബ് ചാനലാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ പരിശോധന അനിവാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലും ആയിരുന്നു ഇന്ന് നടന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ നേരത്തെയും ഈ വിദ്വേഷ പരാമർശങ്ങൾ ടി ജി മോഹൻദാസ് നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോകളടക്കം നിരീക്ഷിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നാളെയും മറ്റന്നാളും ഇതേപോലെ രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണിവരെ ടി ജി മോഹൻദാസിനെ ചോദ്യം ചെയ്യും. ഈ കോടതിയിൽ നിന്നുൾപ്പെടെ വലിയ തിരിച്ചടിയാണ് പ്രോസിക്യൂഷൻ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ജാമ്യം റദ്ദാക്കാനുള്ള ഒരു അപേക്ഷ കോടതിയിൽ സമർപ്പിക്കാനുള്ള ഒരു നീക്കമുണ്ട്. പക്ഷേ അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കണമെങ്കിൽ അതിന് തക്കതായ തെളിവുകൾ വേണം. അത് കണ്ടെത്താനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ സൈബർ ക്രൈം പോലീസ് ഉള്ളത്. അതാണ് പ്രതീക്ഷാണ് വിശദാംശങ്ങൾ നൽകിയത്. 3 ദിവസമാണ് ഇയാൾ ഹാജരാകേണ്ടത്.